സിനിമാ താരം രജനീകാന്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാരും ഒന്ന് മാറിക്കൊടുക്കണം. ഒരു 500 ഭാഷ 100 പടയപ്പ അത്രയും വേണോ? വേണം, കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. 1000 തന്നെ തുടങ്ങാം. പൊളിച്ചടക്കിയിട്ടുണ്ട്. ട്രിപ്പിൾ മടങ്ങ് ടൗൺ ഹൗസ്. ജയിലർ കിട്ടിയതിന്റെ ഡബിൾ അല്ല, ട്രിപ്പിൾ. അപ്പൊ വെക്കടാ വെടി ഹിറ്റായോ? കൊള്ള ഹിറ്റായോന്നോ? ബമ്പറാ സാറേ, ആൾക്കാർ എഴുന്നേറ്റ് നിന്നായിരുന്നു കയ്യടി. നായകൻ ഏത് നായകനല്ലേ? ആര്? രജനി. ഓപ്പാണ്. ഞാൻ കാണുമ്പോ പടം ഹിറ്റായിരുന്നല്ലോ. ഹിറ്റ് തന്നെ തലക്കാ കിട്ടേണ്ടത്. അമീർ ഖാനെ ബിൽഡപ്പ് ആയിട്ട് അമീർ ഖാൻ വന്നിട്ട് ഞാൻ നോക്കിയപ്പോ നേഴ്സറി പഠിക്കണം അമ്മ അംഗൻവാടിയിലെ പിള്ളേരെ പോലെ എന്താടാ അവരെ വെറുതെ പഴി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിന്റെ അഭിനയം കണ്ടപ്പോ എനിക്ക് പോലും പോവാൻ തോന്നി. ഭയങ്കര ഓവറായിപ്പോയി. ഒന്നുമില്ല ഒരു കോപ്പില്ല. അമീർ ഖാൻ വെറും കോമഡി പീസ്. എങ്ങനെയാണ് ലോകേഷിന്റെ സ്ഥിരം പരിപാടി? ലോകേഷിന്റെ പടമേ അല്ല ഇത്. സമാധാനമായല്ലോ. കഥം അറങ്കമതിര വിസിൽ പറക്കമേ. വിസിൽ പറത്തിയോ? പറഞ്ഞില്ല, പകുതിയെ പറഞ്ഞോളൂ. ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല, ഒരു മണ്ണാങ്കട്ടിയും വന്നില്ല. ഈരനോ അവൻ വന്നോ? ഈശ്വരൻ സഹായിച്ച് ഇനി ആ നാശത്തെ കൂടെ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ ഉറവേ ഉള്ളൂ. പൂർത്തിയായി. ഇവറ്റകളുടെ ഒരു ഉറവ് കൂടി ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇത് അങ്ങ് ഒരു സുമാർ പടമായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇത് അങ്ങ് സെറ്റായില്ല. മൊത്തത്തിൽ പവറില്ല. കുലി പവർ എന്ന് പറഞ്ഞിട്ട് ഒരു പവർ. എന്തായിരിക്കും അവിടെ സംഭവിച്ചത്? ഇപ്പോഴെങ്കിലും മനസ്സിലാക്കാശാനെ, അടി തെറ്റി ആശാനും വീഴും. സിനിമ എന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു സാധനം ലോകേഷ് പല സ്ഥലത്ത് വീക്കായി. എസ്പെഷ്യലി റൈറ്റിംഗിൽ വളരെ വീക്കാണ്. ഭയങ്കര ക്ലീഷേഡ് ആയിട്ടുള്ള സ്റ്റോറി ലൈന്. ദൈവമേ, ശത്രുക്കൾക്ക് പോലും കൊടുക്കരുത്. കാരണം നമ്മൾ ഭയങ്കരമായ ഹോപ്പിൽ പ്രതീക്ഷിച്ചു. ഒന്നുമില്ലാതാക്കി കളഞ്ഞു. ഒന്നുമില്ലെന്ന് വെച്ചാൽ അമീർ ഖാനെ കൊണ്ടുവന്ന് ബംഗാളി പോലെ കൊണ്ട് നിർത്തി കളഞ്ഞു. അതായത് വിജയിയുടെ കൂടെ പണി നശിച്ച് വേറെ ഒന്നും പറയാനില്ല. നമ്മുടെ സ്ഥിരം പരിപാടിയെ രക്ഷയുള്ളൂ എന്നാ തോന്നുന്നേ. ആ പൊങ്കൽ ചാലയിലെ പിള്ളേർക്ക് ഓരോ പൈന്റും ഫ്രീ ടിക്കറ്റും കൊടുക്കാൻ വിളിച്ച് പറ. എന്നിട്ടും പടം പൊട്ടുകയാണെങ്കിൽ എനിക്കൊരു ചുറ്റുമില്ല.